ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ കുഞ്ഞു സർപ്രൈസ് വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ചിറ്റമ്മക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു സർപ്രൈസ് റെഡിയാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് ചിറ്റമ്മക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതും ടെറസിന്റെ മുകളിൽ. സത്യം പറഞ്ഞാൽ ഭയങ്കര അൺപ്ലാനഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണ് ഇത്. അപ്പൊ ഇതാണ് എൻ്റെ സർപ്രൈസ്, ഒരു കുഞ്ഞു കേക്കും കുറച്ച് ചോക്ലേറ്റ്സും. ഇതാണ് എൻ്റെ ചിറ്റമ്മ. ആ ഫേസ് കാണുമ്പോൾ തന്നെ അറിയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇവിടെ നമ്മുടെ കേക്ക് കെട്ടിയതിന് ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടാ. മാമനുണ്ട്, അമ്മമ്മയുണ്ട്, മാമിയുണ്ട്, പിള്ളേരുണ്ട്, പിന്നെ എൻ്റെ അമ്മച്ചിയുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ സംഘാടകരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഗായ്സ്. ഒരുപാട് നാളുകളായി നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൂടിയിട്ട് ഇന്ന് ഞാൻ പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ എല്ലാത്തിനും റെഡി ആക്കിയിട്ട് ആണ് ഈ ഒരു വേരത്തര ഇവിടെ കാണിക്കുന്നത്. ഫൈനലി നമ്മുടെ ബർത്ത്ഡേക്കുള്ള കേക്ക് കെട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊച്ചി വാഴക്കാലിലുള്ള പന്തൽ കേക്ക് ഷോപ്പിൽ നിന്നായിരുന്നു. കേക്ക് നല്ല അടിപൊളി കേക്ക് ആയിരുന്നു. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കേക്ക് കഴിച്ചു. പിന്നെ ബർത്ത്ഡേ കൊണ്ട് പിന്നെ പറയണ്ടല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാവരുമായിട്ടൊക്കെ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് പുറത്തുനിന്നാകാം ഫുഡ് എന്ന് വിചാരിച്ച് മാമിനെ വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് കുഴിമന്തി മേടിക്കാനാണ് നമ്മളീ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഈ ഒരു സർപ്രൈസ് ടെറസിന്റെ മേളിൽ ഒരുക്കി നിന്ന്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും ഇന്ന് ടെറസിന്റെ മേളിൽ തന്നെയാണ്. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ. വാങ്ങിച്ചോണ്ട് വന്നപ്പം ഞങ്ങളുടെ മാമൻ താഴെ പോയി ഫാനും കേബിളും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇവിടെ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ എരിപ്പേരിയൊക്കെ എല്ലാവരുമായിട്ട് ഇരുന്ന് കഴിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്. എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനൊരു ഡിന്നർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഒന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവരുമായിട്ട് ഇരുന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, കുട്ടികളും അമ്മമ്മയും എല്ലാവരുമായിട്ട്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തീരാറായിട്ടുണ്ട്. പിള്ളേരൊക്കെ ദേ ഒരു സൈഡിൽ ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അമ്മമാരൊക്കെ ഇരുന്ന് ഓരോ കഥകൾ പറയുന്നുണ്ട്. ഞാനിന്ന് പാർക്കിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ പിള്ളേരൊക്കെ റെഡിയാക്കി. പിള്ളേരെന്നെല്ലാം വലിയവരെ അടക്കം ഞാൻ അങ്ങനെ ആയതുകൊണ്ട് റെഡിയാക്കി നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളിയായിട്ട് ആഘോഷമൊക്കെ നോക്കി എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന്. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു മഴ വന്നു. അങ്ങനെ എന്റെ കുഞ്ഞൂട്ടൻ പെട്ടിയും പാണ്ടക്കെട്ടുമായിട്ട് താഴോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പിറന്നാൾ. ഇയാൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പിറന്നാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ. ആദ്യമായിട്ടൊന്നുമല്ല, കിങ്ങാട്ടി പോയി ഒരു തവണ, കിങ്ങാട്ടി പോകുന്ന ഒരു തവണ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഒരു തവണ മുറിച്ച് ഓർക്കണ്ട. അതുകൊണ്ട് ഇപ്പം എത്ര വർഷം കൂടി ഇപ്പോൾ കുറേ. ഇപ്പൊ എന്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. സീ യു, ടാറ്റാ, ബൈ ബൈ.